അസാധാരണ കാഴ്ചയെ കൗരവർ നിശ്ചലമായി നോക്കി. അത്രയും നേരം ഉത്സാഹത്തിലായിരുന്ന കൗരവർ ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. ഈ അമ്പ് ആരുടെ കൈകളിൽ നിന്നാണെന്നറിയാനുള്ള ജിജ്ഞാസ കൗരവരിൽ ഉദിച്ചു. എന്നാൽ അപ്പോഴും ഒരാളുടെ കണ്ണുകൾ ആ അമ്പിൽ തന്നെയായിരുന്നു. അയാൾ എന്തോ ആലോചനയിലായിരുന്നു. അതിന് കാരണം ആ അമ്പായിരുന്നില്ല, അമ്പ് വീണ രീതിയായിരുന്നു. എല്ലാ യോദ്ധാക്കൾക്കും എളുപ്പത്തിൽ പറ്റുന്ന ഒന്നായിരുന്നില്ല അത്. ശേഷം ദ്രോണാചാര്യർ ആ അമ്പിന്റെ അടുത്ത് ചെന്ന് അതിനെ നിരീക്ഷിക്കുവാൻ ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ അവർ ആ കാഴ്ച കണ്ടു. ആ തേര് കുതിച്ചു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. കൗരവ പടവൊന്ന് നിൽക്കുവാൻ ഭീഷ്മ ആംഗ്യം കാണിച്ചു. പുറകിൽ നിൽക്കുന്ന യോദ്ധാവിന്റെ നിൽപ്പ് നല്ല പരിചയമുള്ളതായി ഭീഷ്മയ്ക്ക് അനുഭവപ്പെട്ടു. ആ അമ്പ് ആരുടേതാണെന്ന് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നു. എതിരെ വരുന്നത് നിസ്സാരക്കാരനല്ല, എന്റെ ഏറ്റവും ശക്തനായ ശിഷ്യനാണ്, അർജുനൻ.